നമ്മുടെയൊക്കെ ഓഫീസിൽ പല ടൈപ്പ് സ്വഭാവമുള്ള ആൾക്കാരുണ്ടാവില്ലേ. ഈ സ്വഭാവമുള്ള ആൾക്കാരിൽ ഒരു 5 ടൈപ്പിനെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ഇവരെപ്പോഴും നിങ്ങൾക്ക് തലവേദന ആയിരിക്കും. എന്നാൽ ആ ടൈപ്പിനെ കുറിച്ച് പറയുക മാത്രമല്ല ചെയ്യുന്നത്, ആ തലവേദനയുള്ള ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കൂടെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇതിനെല്ലാം മാനേജ് ചെയ്യാനാണ് നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിനെ പൊട്ടിക്കാൻ അങ്ങനെ ആർക്കും കഴിയൊന്നുമില്ല. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ബിസിനസ് ഡോണ്ട് ഫെയിൽ ബിക്കോസ് ഓഫ് പീപ്പിൾ, ദേ ഫെയിൽ ബിക്കോസ് ഓഫ് ബിഹേവിയേഴ്സ് ആർ അൺമാനേജ്ഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ആളുകളല്ല പ്രശ്നം, ആളുകളുടെ ബിഹേവിയറിനെ മാനേജ് ചെയ്യാൻ അറിയാത്തതാണ് പ്രശ്നം. ആളുകളല്ല പ്രശ്നം, ആളുടെ ബിഹേവിയറിനെ മാനേജ് ചെയ്യുക. നിങ്ങളുടെ കമ്പനിയിൽ ഏത് ബിഹേവിയറുള്ള ആളുകൾ വന്നോട്ടെ, അതിനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എല്ലാ പ്രോബ്ലംസും നമുക്ക് സോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും സാധിക്കും. അപ്പം നമുക്ക് ഏതൊക്കെയാണ് ആ ആളുകൾ, അവരെങ്ങനെയാണ് ഫിക്സ് ചെയ്യാമെന്ന് നോക്കാം. കൂടുതലിലേക്കൊന്നും പോകുന്നില്ല. ഒന്നാമത്തെ ടീം എന്ന് പറയുന്നത് സ്ലാക്കർ എന്ന് പറയുന്ന ടീമാണ്. ഇവരുടെ ഒരു ബിഹേവിയർ പാറ്റേൺ എങ്ങനെയെന്ന് ഞാൻ പറയാം. എപ്പോഴും ഡെഡ് ലൈൻ മിസ് ചെയ്യും, ഒരു കാര്യം കറക്റ്റ് സമയത്ത് ചെയ്യില്ല. അതേപോലെ ഡിലേ ഉണ്ടാവും, വർക്കുകൾ എപ്പോഴും ഡിലേ ആയിരിക്കും. ഓക്കെ, കസ്റ്റമറോട് കമ്മിറ്റ് ചെയ്ത സംബന്ധം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതേപോലെ ബാക്കിയുള്ള ആളുകളോട് ഇങ്ങനെ പ്രശ്നങ്ങൾ, ബാക്കിയുള്ള ആളുടെ മേളിലേക്ക് ഒരു പ്രശ്നങ്ങളിടും. ഇതിലെന്താ ബിസിനസ് ഇമ്പാക്റ്റ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, എത്ര പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിലും അതിനൊരു പണിഷ്മെൻറ്റ് മുകളിലേക്ക് മാറും. ബാക്കിയുള്ള ആളുകൾക്ക് എപ്പോൾ എന്ത് ചെയ്യാൻ കഴിയില്ല, അവിടെ പെർഫോമൻസ് കൂടെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ മാനേജേഴ്സിന് ഇവരെ ഫോളോ അപ്പ് ചെയ്യാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തിയിട്ട് ഒരു സിസ്റ്റം ബേസ് ഇതിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അയാളുടെ പ്രശ്നം മാത്രമല്ല, കമ്പനിയുടെ പ്രശ്നം കൂടെയാണ്. അതൊന്നാമത്തെ കാര്യം, ഇയാൾക്ക് എന്ത് ഔട്ട്പുട്ടാണ് കറക്റ്റ് കിട്ടുന്നത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഫസ്റ്റ് ആ ഔട്ട്പുട്ട് ഡിഫൈൻ ചെയ്യണം. 2, ഇവരുടെ വർക്ക് വിസിബിലിറ്റി കൊണ്ടുവരണം. എപ്പോഴും ഒരു കമ്പനി സിസ്റ്റത്തിലാക്കണമെങ്കിൽ വിസിബിലിറ്റി കൊണ്ടുവരണം. ആ വിസിബിലിറ്റി കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഫിക്സ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാസ്ക് ബോർഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഡെയിലി ഇവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ടാസ്ക് ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ടാസ്ക്, ഏത് സമയത്താണ് സ്റ്റാർട്ട് ചെയ്ത്, ഏത് സമയത്താണ് അവസാനിക്കുക, എത്ര സമയം വേണം, എന്താണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വിസിബിലിറ്റി ബാക്കിയുള്ള മാനേജർക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടാസ്ക് ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ ഡെഡ് ലൈനും എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ടും. ഇപ്പോൾ ETC എന്ന് പറയും, എക്സ്പെക്റ്റഡ് ടൈം ഓഫ് കംപ്ലീഷൻ, എപ്പോഴാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുക, എന്ത് ഔട്ട്പുട്ടാണ് കിട്ടുക എന്നുള്ളതും അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഓട്ടോ എസ്കലേഷൻ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഈ വർക്ക് ഇൻവിസിബിൾ അക്കൗണ്ടബിലിറ്റി ഡിസപ്പിയർ എന്ന് പറയാറുണ്ട്. വർക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഡാഷ്ബോർഡോ ഒരു സോഫ്റ്റ്വെയറോ CRM ഒന്നുമില്ലെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഇതിനൊരു ടു ഡു ലിസ്റ്റ് സിസ്റ്റം പോലും നിങ്ങൾക്കില്ലെങ്കിൽ ഈ ടീമിനെ മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടതാണ് എല്ലാ ടീം മെമ്പേഴ്സിൻ്റെ വർക്കും മോണിറ്റർ ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ഉണ്ടാവുക എന്നുള്ളതാണ് ഇത് ഫിക്സ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പാറ്റേണുള്ള ആളുകൾ.